Hi guys, welcome back to my YouTube channel. ഇന്ന് നിങ്ങൾ കേൾക്കണ്ടോ ഞാൻ ഇത്ര ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മുടെ ഫ്രണ്ട് ചാരുവിന് ഒരു സർപ്രൈസ് ബാച്ചിലറേറ്റ് കൊടുക്കുകയാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നേരത്തെ പോയിട്ട് കാവ്യയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഗേൾസ് നൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെയാണ്. അപ്പോൾ അവിടെ കാവ്യയുടെ വീട്ടിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് ചാരു ഒരു ബാക്കപ്പ് ഡ്രസ്സും വെച്ചിട്ടുണ്ട്. കാരണം ചാരു ഭയങ്കര ഓവർ ഡ്രസ്ഡ് ആയിട്ടൊന്നും വരത്തില്ല, ടോപ്പ് ജീൻസ് അങ്ങനെയൊക്കെ കിട്ടുകൊണ്ട് വരണേ. അപ്പം നമ്മൾ ഗേൾസ് ഫ്രണ്ട്സ് എല്ലാം ബ്ലാക്കിൽ വരും. ചാരുവിന് ബാക്കപ്പ് ഡ്രസ്സ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാരുവിന് അത് ഇടിയിപ്പിക്കും. അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഡെക്കറേഷനും എല്ലാം ഇങ്ങനെ കാണിച്ചു തരാം. വെൽക്കം ബാക്ക് അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ. ഫുൾ ഡ്രസ് ഇതാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഗേൾസ് ഫ്രണ്ട്സ് എല്ലാം ബ്ലാക്ക് തീമാണ്. ഇവിടെ ബോയ്സിന് വേറെ ഒരു തീം അല്ലെങ്കിൽ ഇന്ന് ഒരു നൈറ്റ് ഉണ്ട്. അത് നമ്മുടെ ഇതിലല്ല. നമ്മളിന്ന് ഗേൾസ് നൈറ്റ് അടിച്ചു പൊളിക്കാൻ പോവാണ്. എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ കീർത്തനയുടെ വീട്ടിൽ പോവാണ്. അവിടുന്ന് കാവ്യ പിക്ക് ചെയ്യാന്നാ പറഞ്ഞേ. ചാരു ഡയറക്റ്റ് കാവ്യയുടെ വീട്ടിലേക്കായിരിക്കും വരണേ. എന്താണെന്ന് അറിയില്ല. ഇത് കലയാട്ടോ. ഞാൻ കലേനെ ഇതിനു മുമ്പ് ദീപാവലി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കലേനെ ഇന്ന് ഗേൾസ് നൈറ്റിന് വിളിച്ചിട്ടുണ്ടെന്ന് ചാരുവിന് ഒരു ഐഡിയ ഇല്ല. ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ചാരുവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് ഗേൾസ് നൈറ്റ് ആണ്, നമുക്ക് കരോക്കെ നൈറ്റിന് പുറത്തു പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. കപ്പ് കേക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാവ്യ നല്ല അടിപൊളിയായിട്ട് കുറേ കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് പരിപാടിക്ക്. കാവ്യ ഇതിനു മുമ്പുള്ള വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാ പരിപാടിക്കും കാവ്യയുടെ ഒക്കെ ആയിരിക്കും കേക്കൊക്കെ. നമ്മളിപ്പം കീർത്തന വീട്ടിൽ നിന്ന് കാവ്യയുടെ വീട്ടിൽ പോവാണ്. ഇനി അവിടെ 5 ആകുമ്പോൾ ചാരി വരും. അപ്പൊ അപ്പത്തേക്ക് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിയണം. കാവ്യ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡെക്കറേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോയിൽ കർട്ടനൊക്കെ ഇട്ട് ബലൂണൊക്കെ വീർപ്പിച്ച്, ബ്രൈറ്റ് ടു ബിയുടെ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി ബലൂൺസ് ഒന്ന് പമ്പ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ബാക്കി പരിപാടിയൊന്നുമില്ല. പിന്നെ കപ്പ് കേക്ക്സും അതൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നമ്മൾ വിചാരിച്ചു ബലൂൺസ് എല്ലാം ഇങ്ങനെ വീർപ്പിച്ച് ആർക്ക് പോലെ മേളിൽ വെച്ചാലോ എന്ന്. പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ബലൂൺസ് ഗോൾഡ് ബ്ലാക്ക് ബലൂൺസ് ഒക്കെ താഴെ കിടക്കുന്ന ഭംഗി എന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ആർക്കാക്കാൻ നോക്കില്ല. കുറച്ചും കൂടി ബലൂൺസ് പമ്പ് ചെയ്ത് താഴെ ഇട്ടതേ ഉള്ളൂ. അതിന് ബ്രൈറ്റ് ടു ബിയുടെ ഈ കുറച്ച് എയർ പോയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓറിങ്ങനെ കൈ വെച്ചിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മളപ്പോൾ ബാക്കി കുറച്ച് ബലൂൺസ് കൂടെ വീർപ്പിച്ച് വെച്ചു. ഇതും കാവ്യ ബേക്ക് ചെയ്താട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാവ്യ നന്നായിട്ട് കപ്പ് കേക്കും എല്ലാം ഉണ്ടാക്കും. കപ്പ് കേക്കും മാത്രമല്ല, ഫുഡും നന്നായിട്ട് കാവ്യ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ കാവ്യ ഇതാ ബിസിയായിട്ട് പിസ്സയൊക്കെ ഉണ്ടാക്കാനുള്ള. ചാരു താഴെ എത്തുന്ന രംഗമാണ് ഈ കാണുന്നത്. ചാരു മേലോട്ട് വരുമ്പോൾ ഇതൊക്കെ കാണും. I actually had little bit like 5%, very less. But then I was super surprised. I wouldn't have even like guessed it. But 5% somewhere I had something in my mind. Look at that! Oh my god! Like a bride. What song shall I do? You guys didn't have to do this. Thank you so much. This is for. So you want to put it? Yeah. Yeah, everyone wears something. That is there. We all will have ataku. Me put it. You should only put it. Oh, I thought that. For her and all time passed. So you should only wait. Say some nice music. And every time she walks and I'm like, Aditya, ഇതാണ് നമ്മുടെ all these in our house. ബ്രൈഡ്സ്മെയ്ഡ് ലുക്ക്. This thing is puffing up.
ഏതാச்சுം ക്ലിപ്പ് വേണോ? ഇല്ല. ഫൈനലി യുവർ ബ്രൈഡ്. അപ്പൊ വേണ്ട എടുക്കാൻ കിട്ടാ. ഞാൻ അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷനൊക്കെ തുടങ്ങി കേട്ടോ. ഒരു റീല് നമ്മൾ 2 ആഴ്ച മുന്നേ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാം എന്ന്, ഇത് ഫോട്ടോ സെഷനൊക്കെ ആയിട്ട് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഓറയാട്ടോ, കീർത്തനയുടെ കുട്ടി ഓറ. അവൾക്കിത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ബ്ലാക്കും പിന്നെ തലയിൽ അതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഹവായിൻ ഗേൾസ് ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തതല്ലായിരുന്നു അങ്ങനത്തെ ഒരു വൈബ്. പക്ഷെ എല്ലാവരും ഒക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ തീം തന്നെ നല്ല ഹവായിൻ ഗേൾസ് തീമായിട്ട് സെറ്റ് ആയി. പിസയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് സൂപ്പർ റീലൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന്. അപ്പൊ അത് ഇൻസ്റ്റഗ്രാമിൽ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ റീൽ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ടൈമിൽ ചിലപ്പോൾ ആ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഫോട്ടോ സെഷനും റീൽസ് എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാൻസ് എല്ലാം കഴിച്ച് എല്ലാവരും നല്ല ക്ഷീണിച്ച് നല്ല വിശന്ന് സ്റ്റേറ്റിൽ വന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിക്കാനായിട്ട് നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പീസ് നല്ല സ്മെല്ലിന് നല്ല ടേസ്റ്റാണെന്ന് അറിയാൻ പറ്റുമായിരുന്നു സ്മെല്ല് അടിച്ചപ്പോൾ തന്നെ. അങ്ങനെ സ്ലൈസ് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. പറഞ്ഞതുപോലെ പിസ്സ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അകത്ത് നല്ല ഫില്ലിംഗ് എല്ലാം ഉണ്ടായിട്ട് ചിക്കൻ പിസ്സ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ കരോക്കിനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഫൺ പ്രോഗ്രാം പോലെ ആയിരുന്നു. പക്ഷെ ലിറിക്സ് ഒക്കെ നോക്കിയിട്ട് ആ ട്യൂണിലൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പ്രൊഫഷണൽസ് പാടുന്ന പോലെ ആയിരുന്നു. അത് മാത്രമല്ല കരോക്കി മെഷീനിൽ നമുക്കിപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കിഡ്സിന്റെ വോയിസ് ആയിട്ടും പിന്നെ ആണുങ്ങളുടെ വോയിസ് ആയിട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാനും പറ്റുമായിരുന്നു. ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ ഒരു ഗ്യാതറിങ് പാർട്ടിയൊക്കെ വെക്കുമ്പം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവം കേട്ടോ കരോക്കി മെഷീൻ എന്നുള്ളത്. നമുക്ക് രസമാണ്. നമ്മൾ അത്ര പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ലെങ്കിലും ലിറിക്സ് ഒക്കെ നോക്കിയിട്ട് ശരിക്കും ചില്ല് ചെയ്യാൻ പറ്റിയ സംഭവമായിരുന്നു. നമ്മളന്ന് തമിഴും മലയാളവും ഇംഗ്ലീഷും എല്ലാ പാട്ടുകളും ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗെയിംസ് ഒക്കെ ആയിരുന്നു. നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ബാച്ചിലേറ്റ് ബണ്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 7 ബാച്ചിലേറ്റ് പാർട്ടി ഗെയിംസ് ഉണ്ടായിരുന്നു. അതിൽ ഷെറാഡ്സ് പിന്നെ ഐ ഹാവ് നെവർ അങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. ഷെറാഡ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് നമ്മൾ മിമിക് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഓരോ മൂവി നെയിം അതൊക്കെ മിമിക് ചെയ്ത് കാണിക്കണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഐ ഹാവ് നെവർ ആയിരുന്നു നമ്മൾ ഏറ്റവും രസമായിട്ട് കളിച്ചിരുന്നത്. അത് ഭയങ്കര രസമാണല്ലോ. നമുക്ക് കുറച്ചും കൂടി എല്ലാവരുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു ഗെയിംസ് ആയിരിക്കും. ഗേൾസിനാകുമ്പോൾ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മുടേതായിട്ടുള്ള തന്നെ അന്താക്ഷരി നമ്മൾ എപ്പോൾ കൂടിയാലും കളിക്കുന്ന ഒരു ഗെയിമാണ്. ഏറ്റവും ഫണ്ണുള്ള ഗെയിമാട്ടോ അന്താക്ഷരി. നമ്മളെപ്പോൾ കൂടിയാലും ഞാൻ പറഞ്ഞല്ലോ അന്താക്ഷരി കളിക്കുന്നു. നമ്മൾ മലയാളം ഇംഗ്ലീഷും തമിഴ് തെലുങ്ക് വരെ ചില സമയത്ത് അന്താക്ഷരി കളിച്ച് എത്താറുണ്ട്. ഗെയിംസും പരിപാടി ഫുഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാം നല്ല ടയേർഡായി. പിന്നെ എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു മൂവിയൊക്കെ ഇട്ടു. പക്ഷെ മൂവി നമുക്ക് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എപ്പോഴാണ് നമ്മൾ കിടന്നതെന്ന് പോലും ഓർമ്മയില്ലായിരുന്നു. അത്രയും നല്ല ഉറക്കമായിരുന്നു. മൂവി എങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മളിപ്പം എണീച്ചിട്ട് നമ്മളിതാ ഇവിടെ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുകയാണ്. ഒരു പൈജാം പാർട്ടി പോലെ ആയിരുന്നു. கால் உடஞ்சாலும் நன்றி ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. പാൻ കേക്ക് ബ്രൈഡും കഴിക്കാണ്. Look at the bride. அது பிரைட்னு சொன்னாதான் தெரியும். bride has I think it's so like when you open it's so beautiful. oh thank god it's so liquidy. This is face mask time. yes
ഇത് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ഫേസ് മാസ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പം ഓറയ്ക്ക് ഒരു ആഗ്രഹം ഫേസ് മാസ്ക് വെക്കണം എന്ന്. അങ്ങനെ ഓറയ്ക്ക് ടിഷ്യൂവിൽ കണ്ണും മൂക്കും ഒക്കെ വെട്ടിയിട്ട് അവളെ പറ്റിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഫേസ് മാസ്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കത്തേക്കാണ്. നമ്മളെല്ലാവരും ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് നമുക്കപ്പോൾ ഇനി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലഞ്ചിന് നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ ഫ്രീ ആണ്. അതുവരെ നമ്മൾ ഫേഷ്യലും ഫേസ് മാസ്കും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് കരുതി. ആ സമയമാകുമ്പോഴത്തേക്കും ബോയ്സും നമ്മുടെ കൂടെ കൂടും. അതുവരെ നമ്മൾ ഫ്രീ ആണ്. അത്ര വേണ്ടായിരുന്നു. I'm like, I have like changed the filters, like shower heads and everything. It worked for a while. അങ്ങനെ ലഞ്ച് കഴിക്കാൻ ബാഹുബലി എന്ന റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ കാൽഗരിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബാഹുബലി റെസ്റ്റോറൻറ്റ്. അവിടെ ആന്ധ്ര ഫുഡ്, സ്പൈസി ഫുഡും ഭയങ്കര ഫേമസ് ആണ്. It is quite far, and we used to like drive there like for 1 hour to just have that Mysore coffee. It was very good. അവിടെ ഫുഡൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു. നമ്മൾ കുറേ ഡിഷസ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് കുറേയൊക്കെ നമ്മൾ പാഴ്സൽ എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ബിരിയാണിയും ഒക്കെ ഭയങ്കര അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്. അടുത്ത വീഡിയോ കാണാൻ ചെയ്താൽ ബൈ.